മാങ്കൂട്ടത്തിലിനെ കൊടുക്കാനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ ആ അതേ നാണയത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ ഒരു വഞ്ചിയിൽ തന്നെ ആ പറയുന്ന അതിജീവിതം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ കൂടി നിങ്ങൾ കയറ്റി വിടണം. കാരണം പുള്ളിക്കാരുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണല്ലോ ഈ പരിപാടി നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരി സമ്മതിക്കാതെ ഈ പരിപാടി നടക്കില്ല. സമ്മതത്തോടു കൂടി അല്ലാത്ത ബലാത്സംഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തവണ സംഭവിച്ചു എന്ന് പറയണം. പക്ഷേ ഇത് 4ഉം 5ഉം തവണ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ്. ഗർഭിണിയാക്കി എന്നുണ്ടെങ്കിൽ അതും പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു, അതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുത്ത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയാണ് ചെയ്തതെങ്കിൽ അത് തന്തയ്ക്ക് പ്രകാഴിക തന്നെയാണ്. അതിന് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കണം. പക്ഷേ ഈ പെണ്ണ് വിഷയം പറഞ്ഞുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തകർക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. അതിന് വേണ്ടിയിട്ട് ആ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്ന ഒരാളാണ് അതിജീവിതം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല. കാരണം ഇതൊക്കെ ഒരു ഫെമിനാസി തരം തന്നെയാണ്. അതിജീവിതയുടെ വിഷമമോ അതിജീവിതയുടെ ഒരു ബുദ്ധിമുട്ടോ തനിക്ക് നീതി കിട്ടണമെന്നുള്ള ആഗ്രഹമോ ഒന്നും ഇവിടെ ഞാൻ കാണുന്നില്ല.